എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും SSLC ജോഗ്രഫി ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് വായിക്കുന്നത്. 20ാമത്തെ പേജിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ദ പ്രഷർ ഡിഫറൻസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആർ ലാർജ്ലി നോട്ടീസബിൾ ത്രൂ എയർ മൂവ്മെൻറ്റ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഷർ ഡിഫറൻസുകളൊക്കെ ഉണ്ടാവും. എല്ലാ സ്ഥലത്തും ഒരേ പ്രഷറല്ല, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഒരുപാടുണ്ട്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറയുന്ന വേറെ സംഗതിയുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസസുകൾ നമുക്ക് മനസ്സിലാവുക എങ്ങനെയാണ്? അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷറിൽ ഡിഫറൻസസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് എയറിൻ്റെ മൂവ്മെൻറ്റുകളിൽ നിന്ന്, വായുവിൻ്റെ ചലനങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എയർ മൂവ്മെൻറ്റ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ട് there are two types of air movements in the atmosphere. അറ്റ്മോസ്ഫിയറിൽ രണ്ട് ടൈപ്പിലുള്ള എയർ മൂവ്മെൻറ്റുകളാണ്, വായു ചലനങ്ങളാണുള്ളത്. ഒന്ന് എയർ കറൻസ് ആണ്, മറ്റൊന്ന് വിൻഡാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് എയർ മൂവ്മെൻറ്റുകളാണ് അറ്റ്മോസ്ഫിയറിലുള്ളത്. അതിലൂടെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിലെ പ്രഷർ ഡിഫറൻസസുകൾ മനസ്സിലാക്കുക. ഏതൊക്കെയാണ് ആ ടു ടൈപ്സ് ഓഫ് എയർ മൂവ്മെൻറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ ഒന്നാമത്തെ ആൾ എയർ കറൻ്റാണ്, രണ്ടാമത്തെ ആൾ വിൻഡാണ്. എന്താണ് എയർ കറൻറ്റ്, എന്താണ് വിൻഡ്? നമുക്ക് ഈ പാഠത്തിനകത്ത് വിൻഡ് ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. എയർ കറൻസിനെ പറ്റിയിട്ടല്ല നമുക്ക് പഠിക്കാനുള്ളത്. എങ്കിലും എയർ കറൻസ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എയർ കറൻസ് ആർ ദ, ഇതൊന്ന് മാറ്റട്ടെ, എയർ കറൻസ് ആർ ദ വെർട്ടിക്കൽ മൂവ്മെൻറ്റ്സ് ഓഫ് എയർ ആൻഡ് വിൻഡ്സ് ആർ ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്സ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ ഏരിയാസ് ടു ലോ പ്രഷർ ഏരിയാസ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന എയർ കറൻസും വിൻഡും തമ്മിലുള്ള വ്യത്യാസം? എയർ കറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ദ വെർട്ടിക്കൽ മൂവ്മെൻറ്റ്സ് ഓഫ് എയർ ആണ്. അതായത് ഒരു പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക്, ഇപ്പം ഹൈ പ്രഷറുള്ള ഒരു സ്ഥലത്ത് നിന്ന് ലോ പ്രഷറുള്ള സ്ഥലത്തേക്ക് വെർട്ടിക്കലി എയർ മൂവ് ചെയ്യുന്നതിനെ ഇപ്പം നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം. ഇതാ, ഇവിടെ ഹൈ പ്രഷർ, കൂടിയ പ്രഷറുണ്ട്, ഇവിടെ ലോ പ്രഷർ. അപ്പോൾ ഇങ്ങനെ വെർട്ടിക്കലി മൂവ് ചെയ്യുന്ന എയറിനെയാണ്, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടേക്ക് വെർട്ടിക്കലി മൂവ് ചെയ്യുന്ന എയർ മൂവ്മെൻറ്റിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എയറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നമ്മൾ എയർ കറൻസ് എന്ന് വിളിക്കുക. അപ്പോൾ എയർ കറൻസ് ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, എങ്ങനെ ആയിരിക്കുള്ളൂ? ഇതാ ഈ കാണിച്ചെന്ന പോലെ ആയിരിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വെർട്ടിക്കലി എയർ മൂവ് ചെയ്യുന്നതിനെ എയർ കറൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രഷർ സോണിൽ നിന്ന് ലോ പ്രഷർ സോണിലോട്ടേക്ക് ഹൊറിസോണ്ടലി മൂവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇതാ ഞാൻ വരച്ച ഇത് നോക്കി നോക്കൂ, അല്ലെങ്കിൽ ഇതാ ഇവിടെ ലോ പ്രഷർ ഉണ്ട്, ഇവിടെ നിന്ന്, അപ്പം ഹൊറിസോണ്ടലി. അപ്പോൾ വിൻഡ് ഒരിക്കലും ഇങ്ങനെ ഈ കാണിച്ചു തന്ന പോലെ എയർ കറൻറ്റ് മൂവ് ചെയ്യുന്ന പോലെ മൂവ് ചെയ്യില്ല. വിൻഡുകൾ എപ്പോഴും ഹൊറിസോണ്ടലിയാണ് മൂവ് ചെയ്യുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വിൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിൻഡ്സ് ആർ ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്സ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ ഏരിയാസ് ടു ലോ പ്രഷർ ഏരിയാസ്. ഹൈ പ്രഷർ ഏരിയകളിൽ നിന്ന് ലോ പ്രഷർ ഏരിയകളിലേക്കുള്ള എയറിൻ്റെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ വിൻഡും അതുപോലെ തന്നെ ഈ പറയുന്ന എയർ കറൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒന്ന് വെർട്ടിക്കൽ മൂവ്മെൻ്റ് ആണ്, മറ്റൊന്ന് ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ആരെ പറ്റിയിട്ടാണ് കൂടുതൽ പഠിക്കാനുള്ളത്? ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആയിട്ടുള്ള എയറിൻ്റെ മൂവ്മെൻറ്റിന്, അതിനെ വിളിക്കുന്ന പേര് വിൻഡ്, കാറ്റുകൾ. ഓക്കെ, ഇനി കാറ്റുകളെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ ബേസിക് പോയിൻ്റ് എന്തായാലും മനസ്സിലാക്കി വെക്കുക. ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ ഏരിയ, ഇതെന്തായാലും മനസ്സിലാക്കി വെക്കുക. അതിനോടൊപ്പം തന്നെ വിൻഡിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? വിൻഡ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് വാരിങ് ഫ്രം ലൈറ്റ് ബ്രീസസ് ടു ഡിവാസ്റ്റേറ്റിംഗ് ഗെയിൽസ്. അല്ലേ? കാറ്റുകളെന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുണ്ട്. അത് ലൈറ്റ് ബ്രീസസ് തൊട്ട്, ചെറിയ ഇളം തെന്നലുകൾ തൊട്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന എന്തുവരെയുണ്ട്, കൊടും കാറ്റുകൾ അടക്കമുള്ളതുണ്ട് എന്നാണ് പറയുന്നത്. ഇനി വിൻഡ്സ് ആർ നെയിംഡ് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഫ്രം വിച്ച് ദേ ബ്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള മറ്റൊരു പോയിൻ്റാണ്. എന്താണ്? ഓരോ കാറ്റുകൾക്കും പേര് നൽകുന്നത്
ഓരോ കാറ്റുകൾക്കും പേര് നൽകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് ഏത് ഡയറക്ഷനിൽ നിന്നാണ് വീശുന്നത് എന്നതനുസരിച്ചാണ്. അത് ഏത് ഡയറക്ഷനിൽ നിന്നുമാണ്, ഏത് ഡയറക്ഷനിലോട്ടേക്കാണ് എന്നുള്ളതല്ല, ഏത് ഡയറക്ഷനിൽ നിന്നുമാണ് അത് വീശുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഫ്രം വിച്ച്, അല്ലേ? അപ്പോൾ ഡിറക്ഷൻ ഫ്രം ആണ്, അല്ലേ? അത് എവിടെ നിന്ന് വീശുന്നു എന്നതിനനുസരിച്ചാണ് വിൻഡുകൾക്ക് പേര് നൽകുക. അപ്പോൾ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കി നോക്കാം. ഫോർ എക്സാമ്പിൾ, ദ വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ദ സൗത്ത് വെസ്റ്റ് ആർ ടേംഡ് ആസ് സൗത്ത് വെസ്റ്റ് വിൻഡ്സ്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ് ഒരു വിൻഡ് ബ്ലോ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? സൗത്ത് വെസ്റ്റ് വിൻഡ് എന്നാണ് വിളിക്കുക. ഇപ്പം സൗത്തിൽ നിന്ന് മാത്രം ഒരു വിൻഡ് ബ്ലോ ചെയ്യുകയാണെങ്കിൽ അതിനെ സൗത്ത് വിൻഡ് എന്ന് വിളിക്കും. അത് എങ്ങോട്ടേക്ക് ബ്ലോ ചെയ്യുന്നു എന്നതല്ല മാറ്റർ, എവിടെ നിന്നു ബ്ലോ ചെയ്യുന്നു. ഇപ്പോൾ മലയാളത്തിൽ തെക്ക് നിന്നൊരു കാറ്റ് വീശാനത് തെക്കൻ കാറ്റ്. അത് വടക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ എങ്ങോട്ടേക്ക് വേണമെങ്കിലും പോയിക്കോട്ടെ, പക്ഷേ അത് എവിടെ നിന്നാണോ വീശിയത് അതനുസരിച്ചിട്ടാണ് വിൻഡുകൾക്ക് പേര് നൽകുക. മനസ്സിലായോ? അതുപോലെ തന്നെ ആൻഡ് ദ വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ദ സീ ടുവേർഡ്സ് ദ ലാൻഡ്, കടലിൽ നിന്ന് ലാൻഡിലോട്ടേക്ക്, കരയിലോട്ടേക്ക് ഒരു കാറ്റ് വീശുകയാണെങ്കിലോ ആ ടേംഡ് ആ സീ ബ്രീസസ്, അതിനെ കടൽ കാറ്റുകളെന്ന് വിളിക്കും. ഇനി തിരിച്ച് ലാൻഡിൽ നിന്ന് കടലിലോട്ടേക്കാണ് വീശിയെങ്കിലോ അതിനെ വിളിക്കുന്ന പേര് ലാൻഡ് ബ്രീസസ്. മനസ്സിലായോ? അപ്പോൾ എവിടെ നിന്നാണോ വീശുന്നത് അതനുസരിച്ചിട്ടാണ് വിൻഡുകൾക്ക് പേരുകൾ നൽകാറുള്ളത്. ഇനി നമുക്കിനി ഇവിടെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ചില ഫാക്ടേഴ്സുകളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ആദ്യം പഠിക്കാനുള്ളത് വിൻഡിൻ്റെ ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ടുള്ള കോറിയോലിസ് ഫോഴ്സ്. വിൻഡിൻ്റെ ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ടുള്ള കോറിയോലിസ് ഫോഴ്സ്. പിന്നെ വിൻഡിൻ്റെ സ്പീഡ് ആൻഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന കാര്യത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടു ഫാക്ടേഴ്സ്. അതൊന്ന് പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സാണ്, മറ്റൊന്ന് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോറിയോലിസ് ഫോഴ്സാണ്. ആരാണ്? കോറിയോലിസ് ഫോഴ്സാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കോറിയോലിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻഡിൻ്റെ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്? ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. വിൻഡിൻ്റെ ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന കോറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത് വിൻഡിൻ്റെ ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വൺ ഓഫ് ദ മേജർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്സ് ഈസ് ദ കോറിയോലിസ് ഫോഴ്സ്. യു ഹാവ് ലേൺഡ് അബൌട്ട് കോറിയോലിസ് ഫോഴ്സ് ഇൻ യുവർ ഏർലിയർ ക്ലാസ്സസ്. നിങ്ങൾ ഇതിന് മുന്നുള്ള ഏതെങ്കിലും ക്ലാസ്സിൽ കോറിയോലിസ് ഫോഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല, എൻ്റെ അറിവിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിവേ, വാട്ട് ഈസ് കോറിയോലിസ് ഫോഴ്സ്? എന്താണ് കോറിയോലിസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോറിയോലിസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, നമുക്ക് ഈ ചിത്രം വഴി നമുക്ക് ആദ്യം മനസ്സിലാക്കി വെക്കാം. അതായത് ഈ ചിത്രം എല്ലാവരും നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കോറിയോലിസ് ഫോഴ്സിൻ്റെ ചിത്രം ഇതാ നമ്മുടെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് കോറിയോലിസ് ഫോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഡ്യൂ ടു അവർ റൊട്ടേഷൻ, ഭൂമി കറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട്, ഇതൊരു ഇമാജിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾക്കത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നമുക്ക് റിയലിസ്റ്റിക്കലി നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, പക്ഷേ നമുക്കൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷൻ കാരണം, ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണത്താൽ നമ്മുടെ ഡയറക്ഷന് നമ്മൾ സഞ്ചരിക്കുന്ന ഡയറക്ഷന് എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിഫ്ലക്ഷൻ. അതായത് നമ്മൾ സഞ്ചരിക്കുന്നതിൽ നിന്ന് ഡയറക്ഷൻ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇപ്പോൾ സാധാരണ പറയാറുള്ളത്, ഏതൊരു ഫ്രീലി മൂവിങ് ബോഡീസിനും, അതായത് ചലിക്കുന്ന ഏതൊരു വസ്തുവിനും, ഭൂമിയിൽ ചലിക്കുന്ന ഏതൊരു വസ്തുവിനും ഭൂമിയുടെ റൊട്ടേഷൻ പ്രകാരം അത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ്റെ റൈറ്റിലോട്ടേക്കും വലതുവശത്തോട്ടേക്കും, സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ്റെ ഇടതുവശത്തോട്ടേക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഡിഫ്ലക്ഷൻ, ഒരു ഡയറക്ഷണൽ ഷിഫ്റ്റ്, ഒരു ഡയറക്ഷണൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ നമുക്ക് അധികം മനസ്സിലാവില്ല. അപ്പോൾ നമ്മളൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയും, നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ജീവിക്കുന്ന ആളാണ്. നമ്മളിങ്ങനെ നടന്നു പോകട്ടോ, നമ്മൾ ഇങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ നമ്മൾ നടന്നു പോകുന്നത്. പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഡയറക്ഷൻ ഒന്ന് റൈറ്റിലോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്കത് മനസ്സിലാവില്ല. ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇങ്ങനെ ഇവിടുന്ന് ഒരാൾ നടന്നു വരികയാണ്, ഞാൻ റെഡ് ഇങ്ങനെ എടുക്കാം, ഒരാൾ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. പക്ഷെ അയാൾ പോലും അറിയാതെ
അയാളുടെ ഡയറക്ഷൻ റൈറ്റിലോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണിത്. ഇനിയിപ്പം സദേൺ ഹെമിസ്ഫിയറിൽ ഒരാളാണെങ്കിൽ അയാളുടെ ഇടത്തോട്ടേക്ക് ലെഫ്റ്റിലോട്ടേക്ക് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ ഒരാൾ ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വരികയാണ്, പക്ഷേ അയാൾ പോലും അറിയാതെ അയാളുടെ ലെഫ്റ്റിലോട്ടേക്ക് അയാൾക്ക് ഡിഫ്ലക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ഒരാൾ ഇങ്ങോട്ടേക്ക്, ഇവിടെ നിന്ന് ഒരാളാണെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് ഡിഫ്ലക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലോട്ടേക്കും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലോട്ടേക്കും ഡിഫ്ലക്റ്റഡ് ആകുന്നു. ഏതൊരു ഫ്രീലി മൂവിങ് ബോഡിക്കും അതിൻ്റെ ഡയറക്ഷന് നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലോട്ടേക്കും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലോട്ടേക്കും ഡിഫ്ലക്ഷൻ, അതായത് ഒരു ഡയറക്ഷണൽ ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. അത് എർത്തിൻ്റെ റൊട്ടേഷൻ മൂലമാണ് സംഭവിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ശരിക്കും നമ്മുടെ ഈ പറയുന്ന പോളാർ റീജിയനിലോട്ടേക്ക് എത്തുന്തോറും കൂടിയിരിക്കുന്നത്. ഇക്വറ്ററിൽ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആകാൻ പറ്റില്ല, എന്നാൽ ഇക്വറ്ററിൽ നിന്ന് ഇങ്ങനെ പോളാറിലോട്ടേക്ക് പോകുന്തോറും എന്താണ് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടി വരുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. ഇനി ഇവിടെ നമുക്കിത് പ്രകാരം നമുക്കിത് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തു നോക്കൂ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരാൾ ഇതാ ഇപ്പോൾ ഈ ഭാഗം നമുക്കിങ്ങനെ ഇക്വറ്ററിൽ എടുത്തു കഴിഞ്ഞാൽ ഇക്വറ്ററിൻ്റെ മേലെ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലേ. അപ്പം ഇക്വറ്ററിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരാൾ ഇത് ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കുകയാണ്, പക്ഷേ അയാൾ പോലും അറിയാതെ ഇത് ഒരു മനുഷ്യൻ ഒരു വ്യക്തി തന്നെ ആവണില്ല, ചലിക്കുന്ന ഏതൊരു വസ്തുവിനും ഇത് സംഭവിക്കും, മൂവ് ചെയ്യുന്ന ഏതൊരു വസ്തുവിനും ഇത് സംഭവിക്കും. കണ്ടോ, റൈറ്റിലോട്ടേക്ക് ഡിഫ്ലക്റ്റഡ് ആയി. ഇനി ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു, പക്ഷേ ഇങ്ങോട്ടേക്ക് ഡിഫ്ലക്റ്റഡ് ആയി. ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു, പക്ഷേ റൈറ്റിലോട്ടേക്ക് ഡിഫ്ലക്റ്റഡ് ആയി. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമായിരുന്നു, പക്ഷേ ഇങ്ങോട്ടേക്ക് ഡിഫ്ലക്റ്റഡ് ആയി. ഇപ്പോൾ റൈറ്റിലോട്ടേക്ക് എവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ. സദേൺ ഹെമിസ്ഫിയർ ആണെങ്കിലോ ലെഫ്റ്റിലോട്ടേക്കാണ് ഡിഫ്ലക്റ്റഡ് ആവുക അല്ലേ. നോക്കൂ, ഇങ്ങനെ ഒരാൾ വരികയായിരുന്നു, പക്ഷേ ഇങ്ങോട്ടേക്ക് ഡിഫ്ലക്റ്റഡ് ആയി. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമായിരുന്നു, ലെഫ്റ്റിലോട്ടേക്ക് ഡിഫ്ലക്റ്റഡ് ആയി. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമായിരുന്നു, പക്ഷേ അയാളുടെ അതിൻ്റെ ലെഫ്റ്റിലോട്ടേക്ക് ഡിഫ്ലക്റ്റഡ് ആയി. ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു, പക്ഷേ അതിൻ്റെ ലെഫ്റ്റിലോട്ടേക്ക് ഡിഫ്ലക്റ്റഡ് ആയി. കണ്ടോ, അപ്പോൾ ഓയിങ് ടു ദ കോറിയോലിസ് ഇഫക്റ്റ്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് കോറിയോലിസ് ഇഫക്റ്റ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. അപ്പം ഇത് ഫ്രീലി മൂവിങ് ബോഡീസിനൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഇത് വിൻഡുകൾക്കുമായിട്ട് ഇതെങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വിൻഡുകൾക്കും ഈ കോറിയോലിസ് ഇഫക്റ്റ് ബാധകമാണ്. അതായത് വിൻഡുകളും മൂവ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ വിൻഡുകൾക്കും എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന പോലെ നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷന് റൈറ്റിലോട്ടേക്ക്, അത് മൂവ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷനിൽ നിന്ന് റൈറ്റിലോട്ടേക്ക് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റിലോട്ടേക്ക് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോറിയോലിസ് ഇഫക്റ്റ് എന്തിനെ കൂടി ബാധിക്കുന്നുണ്ട്? ഫ്രീലി മൂവിങ് ബോഡീസ് എന്ന് പറയുമ്പോൾ അതിൽ വിൻഡ് കൂടി ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ദ വിൻഡ്സ് വിൽ ഡിഫ്ലക്ട് ടുവേർഡ്സ് ദ റൈറ്റ് ഓഫ് ഇറ്റ്സ് ഡയറക്ഷൻ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഓഫ് ഇറ്റ്സ് ഡയറക്ഷൻ ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഓരോ വിൻഡിനും കോറിയോലിസ് ഇഫക്റ്റ് മൂലം അതിൻ്റെ റൈറ്റിലോട്ടേക്ക് ഡിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്. സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഓരോ വിൻഡുകൾക്കും അതിൻ്റെ ഡയറക്ഷൻ്റെ ലെഫ്റ്റിലോട്ടേക്ക് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കോറിയോലിസ് ഇഫക്റ്റ് ആരുടെ ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്? നമ്മുടെ വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, വിൻഡിൻ്റെ ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ദ സ്പീഡ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് വിൻഡ്സ്. അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഡയറക്ഷൻ ഓഫ് വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ദ സ്പീഡ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് വിൻഡ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതായത് ഒരു കാറ്റിൻ്റെ വേഗതയെയും സ്പീഡിനെയും അതിൻ്റെ ശക്തിയെയും അതിൻ്റെ ഇൻറ്റൻസിറ്റിയെയും അതെത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ എത്രത്തോളം ലൈറ്റ് ബ്രീസ് ആയിരിക്കും, ഇങ്ങനെ നമ്മളുടെ ഒരു കാറ്റിൻ്റെ വേഗതയെയും അതിൻ്റെ ആ സ്പീഡിനെയും അതിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ ശക്തിയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറുകളുണ്ട്. ആ ഫാക്ടറുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സാണ്, മറ്റൊന്ന് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഒന്ന് പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സ്, രണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇവിടെ നമ്മൾ പഠിച്ചത് ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ, അത് കോറിയോലിസ് ഫോഴ്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്താണ് പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സും എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സും? വിൻഡിൻ്റെ സ്പീഡിനെയും ഇൻറ്റൻസിറ്റിയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറുകളാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്കിനി ആദ്യം നമുക്ക് പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സ് എന്താണെന്ന് നോക്കാം. പ്രഷർ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആ വാക്ക് നിങ്ങൾ കേട്ടിട്ട് ടെൻഷനാവൊന്നും വേണ്ട. പ്രഷർ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മർദ്ദച്ചെരിവ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. എനിവേ നമുക്ക് നോക്കി നോക്കാം. പ്രഷർ ഗ്രേഡിയൻറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പ്രഷർ. ഞാൻ പേൻ എടുക്കട്ടെ. പ്രഷർ ഗ്രേഡിയൻറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പ്രഷർ ഓവർ എ ഒറിസോണ്ടൽ ഡിസ്റ്റൻസ്.
അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന പ്രഷർ ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ ഗ്രേഡിയൻറ്റ്. എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇഫ് ദർ ഈസ് എ കൺസിഡറബിൾ ചേഞ്ച് ഇൻ പ്രഷർ ബിറ്റ്വീൻ നിയർ ബൈ പ്ലേസസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൈ പ്രഷർ ഗ്രേഡിയൻറ്റ്. If there is no considerable difference of pressure over horizontal distance, pressure gradient is said to be low. At places where there is high pressure gradient, winds will be strong. എന്താണ് ആ പറഞ്ഞ കാര്യം? ഇപ്പം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ബ്ലോ ചെയ്യുന്നു അല്ലേ? ഇപ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ടേക്ക് ബ്ലോ ചെയ്യുന്നു. ഇത് ഹൊറിസോണ്ടലായിട്ടല്ലേ ബ്ലോ ചെയ്യുക? ഹൊറിസോണ്ടലായിട്ടാണ് ബ്ലോ ചെയ്യുക അല്ലേ? ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനെയാണ് അപ്പോൾ വിൻഡ് വീശുന്ന ഈ ഡിസ്റ്റൻസ് അല്ലേ, ഒരു ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടേക്ക് ഹൊറിസോണ്ടലി ബ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുക. അപ്പം ഒരു സ്ഥലത്ത് നിന്ന് ഒരു പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് ഒരു പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്കല്ലേ വിൻഡ് ബ്ലോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ സ്ഥലങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഷർ കൂടിയ ഒരു സ്ഥലത്ത് നിന്ന് ഏറ്റവും കുറവ് പ്രഷർ കുറഞ്ഞ ഒരു സ്ഥലത്തേക്ക് വിൻഡ് ഇങ്ങനെ ബ്ലോ ചെയ്യുകയാണ് ഹൈ പ്രഷറിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പ്രഷർ കുറഞ്ഞ പല സ്ഥലങ്ങളുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു വിൻഡ് ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഈ വീക്ഷിക്കുന്ന ഈ ഡിസ്റ്റൻസിൽ പ്രഷർ ഡിഫറൻസ് നല്ലോണം ഉണ്ടെന്ന് വിചാരിക്കുക. പ്രഷർ ഡിഫറൻസ് നല്ലവണ്ണം ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേഗം. എനിവേ ഈ പറയുന്ന കാര്യം ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ പ്രഷർ ഡിഫറൻസ് നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അവിടെ നമ്മൾ പറയുന്ന കാര്യമാണ് അവിടെ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടുതലാണെന്ന് പറയും. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ പ്രഷർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടുതലാണെന്ന് പറയും. എന്താ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ പ്രഷർ ഡിഫറൻസ് കുറവാണെങ്കിലോ പ്രഷർ ഗ്രേഡിയൻറ്റ് കുറവാണെന്ന് പറയും. ഓക്കെ, പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ പ്രഷർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടുതലാണെന്ന് പറയും. പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടുതലാണെങ്കിൽ വിൻഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, അഥവാ വിൻഡ് വീശുന്നത് വളരെ വേഗതയിലായിരിക്കും, വിൻഡ് വളരെ സ്ട്രോങ് ആയിരിക്കും, അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ചിത്രം എ എന്നും എഴുതാം, ചിത്രം ബി എന്നും എഴുതാം. നോക്കി നോക്കൂ, ഇവിടെ ഒരു ഹൈ പ്രഷർ എയിൽ കാണാം, ഒരു ഹൈ പ്രഷർ, ഇവിടെ ഒരു ലോ പ്രഷർ. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വിൻഡ് ബ്ലോ ചെയ്യണത് ഇവിടെ 1004 മില്ലി ബാർ ആണ് ഇവിടെ പ്രഷർ, ഇവിടെ 998 ആണ് ഇവിടെ പ്രഷർ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് ബ്ലോ ചെയ്യണം. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ഈ ബ്ലോ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ഈ സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇങ്ങനെ ബ്ലോ ചെയ്യുന്ന ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിലേക്ക് 1004 മില്ലി ബാറിൽ നിന്ന് 998 മില്ലി ബാറിലേക്കാണ് ഇത് വീശുന്നത്. അതിൻ്റെ ഇടയിൽ 1002, 1000 ഇങ്ങനെയുള്ള പ്രഷർ ഡിഫറൻസസുകൾ കാണാം. അപ്പം മൊത്തം ഇവിടെ എത്രയാണ് പ്രഷർ ഡിഫറൻസ്? 1004 മില്ലി ബാറിൽ നിന്ന് നമുക്ക് 998 മില്ലി ബാർ കുറക്കാം. അപ്പോൾ ഇവിടെ എത്രയാണ് പ്രഷർ ഡിഫറൻസ്? ഇവിടെ 6 മില്ലി ബാറിൻ്റെ പ്രഷർ ഡിഫറൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി ചിത്രം ബി നോക്കി നോക്കൂ. 1010 മില്ലി ബാർ എന്ന് പറയുന്ന ഒരു ഹൈ പ്രഷർ സോണിൽ നിന്ന് 998 മില്ലി ബാർ എന്ന് പറയുന്ന ഒരു ലോ പ്രഷർ സോണിലേക്കാണ് ഇവിടെയും ബ്ലോ ചെയ്യുന്നത്. പക്ഷേ 1010 നിന്ന് 1008, 1006, 1004 ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ പോയിട്ട് ഈ ഡിസ്റ്റൻസ് അല്ലേ, 1010 നിന്ന് 998 ഡിസ്റ്റൻസാണ് ഇവിടുത്തെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടുന്ന് 1010 നിന്ന് 998 എത്തുക എന്ന് പറയുമ്പോൾ ഇതിനിടയിലുള്ള കുറേ പ്രഷർ ഡിഫറൻസ്, ഇവിടെ ഒരു 1008 വരുന്നുണ്ട്, 1006 വരുന്നുണ്ട്, 1004 വരുന്നുണ്ട്, 1002 വരുന്നുണ്ട്, 1000 വരുന്നുണ്ട്. അതായത് പ്രഷർ ഡിഫറൻസ് ഇവിടെ വളരെ കൂടുതലാണ്. അപ്പോൾ എത്രയാണ് ഇവിടെ പ്രഷർ ഡിഫറൻസ് വരുന്നത്? 1010 നിന്ന് 998 കുറച്ച് നോക്കൂ, ഇവിടെ 12 മില്ലി ബാറിൻ്റെ പ്രഷർ ഡിഫറൻസ് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വീശുന്നതിൻ്റെ ഇടയിൽ, അപ്പോൾ 1010 ഈ ഏരിയയിൽ നിന്ന് ഈ ഏരിയയിലോട്ടേക്ക് ഇങ്ങനെ വീശുന്നതിൻ്റെ ഇടയിൽ 12 മില്ലി ബാറിൻ്റെ പ്രഷർ ഡിഫറൻസ് കഴിഞ്ഞിട്ടാണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ 12 മില്ലി ബാറിൻ്റെ പ്രഷർ ഡിഫറൻസ് ഉണ്ട്, ഇവിടെ 6 മില്ലി ബാറിൻ്റെ പ്രഷർ ഡിഫറൻസാണ് ഉള്ളത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ പ്രഷർ ഡിഫറൻസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, പ്രഷർ ഡിഫറൻസ് കൂടുതലാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിലെങ്കിൽ എന്താ നമ്മൾ പറയുക? പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടുതലാണ്. അപ്പോൾ എയിലാണോ ബിയിലാണോ പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടുതൽ? ബിയിലാണ് പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടുതൽ. പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും? വിൻഡിൻ്റെ സ്പീഡ്
അതുപോലെ തന്നെ വിൻഡിൻ്റെ സ്ട്രെങ്ത്ത്, അതായത് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ എയിലായിരിക്കോ ബിയിലായിരിക്കോ കാറ്റ് വേഗതയിൽ ശക്തിയിലടിക്കുക? ബിയിലായിരിക്കും. മനസ്സിലായില്ലേ? ഇനി വായിച്ചു നോക്കൂ അല്ലേ, ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. പ്രഷർ ഗ്രേഡിയൻറ്റ് ഇസ് എ ചേഞ്ച് ഇൻ പ്രഷർ ഓവർ എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിലുള്ള പ്രഷർ ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ ഗ്രേഡിയൻ. ഇഫ് ദർ ഈസ് എ കൺസിഡറബിൾ ചേഞ്ച് ഇൻ പ്രഷർ ബിറ്റ്വീൻ നിയർ ബൈ പ്ലേസസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൈ പ്രഷർ ഗ്രേഡിയൻ. ഇങ്ങനെ ഈ കാറ്റ് വീശുന്ന ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിലെ എടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രഷർ ഡിഫറൻസ് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? അവിടെ ഹൈ പ്രഷർ ഗ്രേഡിയൻ്റ് ആണ്, അതായത് പ്രഷറിൻ്റെ ചെരിവ് വളരെ കൂടുതലാണെന്ന് പറയും. ഗ്രേഡിയൻ്റ് ഉദ്ദേശിക്കുന്നത് ചെരിവാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദർ ഈസ് നോ കൺസിഡറബിൾ ഡിഫറൻസ് ഓഫ് പ്രഷർ ഓവർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഇങ്ങനെയുള്ള വലിയ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ വലിയ ചേഞ്ചുകളൊന്നുമില്ല, ഇപ്പോൾ 1400 1200 1000 അല്ലേ, വലിയ ചേഞ്ചുകളൊന്നും ഇല്ലെങ്കിലോ അവിടെ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ലോ ആണെന്ന് പറയും. അറ്റ് പ്ലേസസ് വേർ ദർ ഇസ് ഹൈ പ്രഷർ ഗ്രേഡിയൻ, വളരെ അധികം പ്രഷർ ഗ്രേഡിയൻ്റ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്താ പറയുക? വിൻസ് വിൽ ബി സ്ട്രോങ്, കാറ്റുകളുടെ ശക്തി വളരെ കൂടുതലായിരിക്കുമെന്ന് പറയും. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പം പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? നമ്മുടെ സ്പീഡ് ആൻഡ് ഇൻറ്റൻസിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, വിൻഡിൻ്റെ സ്പീഡ് ആൻഡ് ഇൻറ്റൻസിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണെന്ന് മനസ്സിലായില്ലേ? അടുത്തതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് നിങ്ങൾ മനസ്സിലേക്ക് എടുക്കുമ്പോൾ സമയത്ത് നിങ്ങൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ നിങ്ങൾ തടസ്സം എന്ന് മലയാളത്തിൽ ആലോചിച്ച് വെക്കുക, അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് നിങ്ങൾ മനസ്സിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമായി. വളരെ സിമ്പിളാണ്. ഫ്രിക്ഷൻ കോസ്ഡ് ബൈ ഹിൽസ്, മൗണ്ടെയിൻസ്, ഫോറസ്റ്റ് ആൻഡ് മാൻമെയ്ഡ് സ്ട്രക്ചേഴ്സ് വിൽ ഒബ്സ്ട്രക്ട് ദ ഫ്രീ ഫ്ലോ ഓഫ് വിൻഡ്സ്. അതായത് ഒരു കാറ്റ് വീശുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടെങ്കിൽ, എന്തൊക്കെ തടസ്സങ്ങളാവാം? വലിയ ഹില്ലുകൾ ഉണ്ടായിരിക്കാം, കുന്നുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വലിയ പർവ്വതങ്ങൾ ഉണ്ടായിരിക്കും, മൗണ്ടെയിൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കാടുകളായിരിക്കാം, അല്ലെ വലിയ വലിയ മരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മാൻമെയ്ഡ് സ്ട്രക്ചേഴ്സ്, വലിയ വലിയ കെട്ടിടങ്ങളായിരിക്കാം. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു എ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കാറ്റ് വീശുന്നതിൻ്റെ ഇടയിൽ കുറേ മൗണ്ടെയിൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ, കാറ്റിൻ്റെ ഫ്ലോവിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്തില്ലേ, തടസ്സപ്പെടുത്തിയില്ലേ, അല്ലെങ്കിൽ കുറേ വലിയ കെട്ടിടങ്ങൾ, മനുഷ്യന്മാരുണ്ടാക്കിയ കുറേ കെട്ടിടങ്ങളുണ്ടെന്ന്. ടൗണിലൊക്കെ കാറ്റിൻ്റെ വേഗത വളരെ, നിങ്ങൾ കാറ്റ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ടൗണിൽ? കാര്യം നമുക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ബീച്ചിൽ നിങ്ങൾ പോയി നോക്കൂ, നല്ല കാറ്റ് കിട്ടും. കാര്യം എന്താ? കടലിൽ നിന്ന് വീശുന്ന ഒരു കാറ്റ്, അല്ലെങ്കിൽ കടലിലേക്ക് പോകുന്ന, കടലിലൊക്കെ കാറ്റ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. കാര്യം അവിടെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ, അതിനെ തടസ്സപ്പെടുത്താൻ യാതൊരു ഫോഴ്സസുകളുമില്ല, അല്ലേ? തടസ്സങ്ങളൊന്നും തന്നില്ല. അപ്പോൾ അത് വലിയ സ്പീഡിൽ വീശും. എന്നാൽ നമ്മുടെ ഈ വലിയ വലിയ കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകൾ, മാൻമെയ്ഡ് സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ വലിയ വലിയ മൗണ്ടെയിൻസ്, പർവ്വതങ്ങൾ, അല്ലെങ്കിൽ കാട്, ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ കാറ്റിൻ്റെ സ്പീഡ് കാറ്റിങ്ങനെ വീശുമ്പോൾ ഇവയെ ബ്ലോക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഫ്രിക്ഷൻ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തടസ്സങ്ങൾ കൂടുതലാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഫ്രിക്ഷൻ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിൻഡിൻ്റെ സ്പീഡ് കുറവായിരിക്കും. ഫ്രിക്ഷൻ കുറവാണെങ്കിലോ തടസ്സങ്ങളൊന്നുമില്ല. അതായത് ഓഷ്യൻ സർഫേസ്, മരുഭൂമി, അല്ലേ, ഇവിടങ്ങളിലൊക്കെ തടസ്സങ്ങളില്ല. കാറ്റങ്ങോട്ട് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ ഒബ്സ്ട്രക്റ്റ് ചെയ്യാൻ വേറെ ആരുമില്ല, മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിലോ അവിടെ വിൻഡിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഫ്രിക്ഷൻ കുറവുള്ള സ്ഥലങ്ങളിൽ വിൻഡിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. ഫ്രിക്ഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ വിൻഡിൻ്റെ സ്പീഡ് കുറവായിരിക്കും, അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ഫ്രിക്ഷൻസ് ഉണ്ടാക്കാറുള്ളത്? ഹിൽസ് ഫ്രിക്ഷൻ ഉണ്ടാക്കാം, മൗണ്ടെയിൻസ് ഫ്രിക്ഷൻ ഉണ്ടാക്കാം, ഫോറസ്റ്റുകൾ, അല്ലേ, മരങ്ങളാണെന്ന് കരുതിയിട്ട് കാര്യമില്ല, മരങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുമ്പോൾ കാറ്റിൻ്റെ സ്പീഡിനെ തടസ്സപ്പെടുത്താം. മാൻമെയ്ഡ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ അതിനെ തടസ്സപ്പെടുത്താം, വീടുകളുമൊക്കെ. എന്നാൽ ഫ്രിക്ഷൻ ലെസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അതൊക്കെ ഓഷ്യൻ സർഫേസ്, ഡെസേർട്ട്, ഇതൊക്കെ നമുക്ക് ഫ്രിക്ഷൻ ലെസ് ആയിട്ടുള്ള കാറ്റ് സ്പീഡിൽ വീശുന്ന സ്ഥലങ്ങളായിട്ട് കാണാം. ഇതവിടെ എഴുതിയിട്ടുണ്ട്. വിൻഡ്സ് ആർ കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ ഓവർ ഓഷ്യൻസ് ദാൻ ഓവർ കോണ്ടിനെൻറ്റ്. കോണ്ടിനെൻറ്റുകളേക്കാൾ ഓഷ്യൻസിൽ, അല്ലേ, വൻകരകളിലേക്കാൾ നമ്മളുടെ കരഭാഗത്തേക്കാൾ കൂടുതൽ ഓഷ്യൻ സർഫേസിൽ വളരെയധികം സ്ട്രോങ്ങറാണ് കാറ്റ്. കാര്യം എന്താ? അവിടെ ഫ്രിക്ഷൻ കുറവാണ്, തടസ്സങ്ങൾ കുറവാണ് എന്നതാണ് അർത്ഥം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് 2 ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അനിമോമീറ്ററും അതുപോലെ തന്നെ വിൻഡ് വെയിനും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പാഠത്തിനകത്ത് ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സുകൾ നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ തെർമോമീറ്റർ, ബാരോമീറ്റർ ഇതൊക്കെ പഠിച്ചാണ്, അല്ലേ? അതുപോലെ തന്നെ മറ്റൊരു ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അനിമോമീറ്ററും വിൻഡ് വെയിനും. എന്താണ് അനിമോമീറ്ററും വിൻഡ് വെയിനും എന്ന് നോക്കാം. അനിമോമീറ്റർ ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ദ സ്പീഡ് ഓഫ് വിൻഡ്. കാറ്റിൻ്റെ വേഗത അളക്കാൻ വേണ്ടിയിട്ട്, കാറ്റിൻ്റെ സ്പീഡ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് അനിമോമീറ്റർ. കാറ്റിൻ്റെ സ്പീഡ് അളക്കാൻ വേണ്ടിയിട്ട്.
മനസ്സിലായോ? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വിൻഡ് പെർ അവർ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് യൂസിങ് ദിസ് ഇൻസ്ട്രുമെൻറ്റ്. ഒരു മണിക്കൂറിൽ എത്ര സ്പീഡിലാണ് ആ കാറ്റ് വീശിയത്? നമ്മൾ പലപ്പോഴും വാർത്തകളിലൊക്കെ മണിക്കൂറിൽ ഇത്ര വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിൽ ഇത്ര സ്പീഡിൽ കാറ്റ് വീശി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കണക്കാക്കുക? അനിമോമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം വെച്ചിട്ടാണ് അതിൻ്റെ ഒരു മണിക്കൂറിൽ എത്ര സ്പീഡിൽ ഒരു കാറ്റ് വീശുന്നു എന്ന സ്പീഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്ന ഉപകരണം. അപ്പോൾ കാറ്റിൻ്റെ സ്പീഡ് അളക്കാൻ വേണ്ടി, മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റിൻ്റെ പേരാണ് അനിമോമീറ്റർ. അപ്പോൾ എന്താണ് വിൻഡ് വെയിന്? വിൻഡ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണല്ലോ അല്ലേ? വിൻഡ് വെയിൻ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വിൻഡ് വെയിൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇസ് ദ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ഡിറക്ഷൻ ഓഫ് വിൻഡ്. കാറ്റിൻ്റെ ഗതി മനസ്സിലാക്കാൻ, കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് വിൻഡ് വെയിൻ. അപ്പോൾ അനിമോമീറ്റർ ഫോർ എന്താണ്? സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെ, സ്പീഡ് കണ്ടെത്താൻ. വിൻഡ് വെയിൻ കാറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താൻ. മനസ്സിലായോ? അപ്പോൾ ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലേക്ക് കാണാം.